ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്ക് ജീവിത വിജയം വേണോ? അതായത് മറ്റുള്ള ആളുകൾ നല്ല ജീവിത വിജയം നേടി സൊസൈറ്റി നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അമ്പരന്ന് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ജീവിത വിജയം വേണം. അപ്പോൾ ജീവിത വിജയം നേടിയ ആളുകൾ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് കളയാറുണ്ട്. അതവർ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടായത്, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് കുറച്ച് ടിപ്സുകളാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് തരുന്ന ഒരു എക്സസൈസ്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജീവിത വിജയം നേടിയ ആളുകൾ അവരുടെ ജീവിതത്തിൽ നിന്നും മോശകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കളയും എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ മോശകരമായിട്ടുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് നല്ലൊരു ജീവിത സാഹചര്യം അവർ സ്വീകരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അവർ നെഗറ്റീവ് പീപ്പിൾസിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കും. കാരണം നെഗറ്റീവായ ആളുകൾ നമ്മുടെ ജീവിത വിജയത്തെ തടയും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഡെവലപ്മെൻറ്റിനെല്ലാം അവരെ തടഞ്ഞു കളയും. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ അവർ അതിനെ എതിരായിട്ട് നിൽക്കുകയും നമ്മളെ ഒരു ഫ്ലോപ്പിംഗ് അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് പീപ്പിൾസിനെ ഒഴിവാക്കി കളയുന്നതാണ് ജീവിത വിജയം നേടിയ ആളുകളുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിതം വിജയം നേടിയ ആളുകളുടെ മൂന്നാമത്തെ കാര്യമാണ്, അവരെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതായത് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല നല്ല ഫിലിമുകൾ കാണുക, വീഡിയോസ് വാച്ച് ചെയ്യുക, പോഡ്കാസ്റ്റുകൾ വാച്ച് ചെയ്യുക, ലൈഫിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഇതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ചെറിയ തോതിൽ അവർക്ക് മാറ്റം വരുമെന്നുള്ളതാണ്. അടുത്തത്, ജീവിത വിജയം നേടിയ ആളുകൾ ഒരിക്കലും തങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യില്ല. അതായത് മറ്റുള്ളവർ എത്ര ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ആളുകളായാലും അവരെ തന്നെയും ഒരുമിച്ച് കമ്പയർ ചെയ്യില്ല. കാരണം താനാണെന്നും തനിക്ക് ചില സ്കില്ലുകളുണ്ടെന്നും അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ തനിക്ക് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം അവരിലുണ്ട്. തനിക്കുള്ള സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയുള്ളൂ, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യില്ല എന്നുള്ളതാണ്. അടുത്തത്, ജീവിത വിജയം നേടിയ ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുമെന്നുള്ളതാണ്. അതായത് നമ്മളെപ്പോഴും ചില വിജയങ്ങളെ ആഘോഷിക്കാറില്ല, നമ്മുടെ ജീവിതത്തിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൽ അല്പം ലാഭം കിട്ടുക, നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുക, കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുക, കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്തുക, ഫാമിലിയിൽ ഓരോരോ ആവശ്യങ്ങൾ ആഘോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവർ മിസ് ചെയ്യില്ല. ഇതെല്ലാം അവർ സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ് ജീവിത വിജയം നേടിയ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അടുത്തത്, അവർ ഒരിക്കലും തങ്ങളുടെ ഗോളുകളെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കില്ല. എല്ലാ കാര്യങ്ങളും അവരെ മറച്ചു വയ്ക്കുകയും ഹൈഡ് ചെയ്യുകയും എല്ലാം നേടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റുള്ളവരോട് പറയുകയുള്ളൂ. അവരിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അതവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് പറയുകയുള്ളൂ. അതുപോലെ അവർക്കൊരു ജോബ് കിട്ടാൻ പോകുന്നില്ല, ജോബ് കിട്ടിയ ശേഷം പറയുകയുള്ളൂ. അങ്ങനെ എന്ത് കാര്യങ്ങളും ജീവിതത്തിൽ അറ്റൈൻ ചെയ്ത ശേഷം മാത്രമാണ് അവർ പറയുകയുള്ളൂ. അവരുടെ അംബീഷൻസ്, ഗോൾസ്, വിഷസ്, അതുപോലെ എയിം, ഇതൊന്നും അവരാരോടും പറയില്ല എന്നുള്ളതാണ്. എല്ലാം നേടിക്കഴിഞ്ഞ ശേഷം പറയും. അടുത്തത്, ജീവിതം വിജയം നേടിയ ആളുകൾ എപ്പോഴും അവരുടെ ബോഡി കെയർ ചെയ്യുമെന്നുള്ളതാണ്. ഹെൽത്ത് സൂക്ഷിക്കും. അതായത് യോഗ, മെഡിറ്റേഷൻ മുതലായവ ചെയ്യും. ഫുഡ് കൺട്രോളിങ്, ആവശ്യമില്ലാത്ത ഫുഡുകൾ വാരി വലിച്ച് കഴിക്കില്ല. ആരോഗ്യം നല്ലവണ്ണം ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ജീവിത വിജയം നേടിയ ആളുകൾക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഹെൽത്ത് നല്ലതായിരിക്കണം. അതിനുവേണ്ടി ഒരു പ്രത്യേകം ശ്രദ്ധ ചെലുത്തും. യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, ഫുഡ് കൺട്രോളിങ് എല്ലാം ചെയ്ത് അവരുടെ ബോഡി നല്ലവണ്ണം ഫിറ്റ്നസ്സിലാക്കി വയ്ക്കുമെന്നുള്ളതാണ്. അടുത്തത്, ജീവിത വിജയം നേടിയ ആളുകൾ ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റം പറയില്ല. അതായത് അവൻ ഇങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ അവരുടെ പുറകെ ചേസ് ചെയ്യില്ല. ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റം ജീവിത വിജയം നേടിയ ആളുകൾ പറയില്ല, അത് കണ്ടെത്താൻ ശ്രമിക്കില്ല എന്നുള്ളതാണ്. പകരം അവർ തന്നിലേക്ക് തന്നെ ശ്രദ്ധിക്കാനാണ് സമയം കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. അടുത്തത്, ജീവിത വിജയം നേടിയ ആളുകൾ എപ്പോഴും സമയം നഷ്ടപ്പെടുത്തില്ല എന്നുള്ളതാണ്. ഇത്തിരി സമയം കിട്ടിയ പോലും അവർ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അതായത് ഇപ്പം നമുക്ക് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒരുപാട് വീഡിയോസ് ഉണ്ട്, റീൽസ് ഉണ്ട്. ഇതെല്ലാം റോൾ ചെയ്ത് ഇങ്ങനെ സമയം കളയുന്ന ആളുകളുണ്ട്.
അവസാനം രാത്രിയാകുമ്പോൾ തീരുമാനിക്കും നാളെ മുതൽ ഞാൻ വീഡിയോസ് കാണില്ല, യൂട്യൂബിൽ കയറില്ല, ഒന്നും വാച്ച് ചെയ്യില്ല, നാളെ ഞാൻ എൻ്റെ സമയം നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും എന്നിങ്ങനെ പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങും. നേരമെടുത്ത് നോക്കുമ്പോൾ വീണ്ടും തദൈവ അത് തന്നെ. അതുപോലെ ഒരിക്കലും വേണ്ടാത്ത കാര്യങ്ങൾക്ക് ജീവിത വിജയം നേടിയ ആളുകൾ സമയം കളയില്ല. കുറച്ച് സമയമാണെങ്കിലും അവരത് സ്വരുക്കൂട്ടി വെച്ച് അവരുടെ വിജയത്തിനുള്ള കാര്യങ്ങൾ കൂടുതൽ ത്വരിതഗതിയിൽ വർദ്ധിപ്പിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത്, ജീവിത വിജയം നേടിയ ആളുകൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് തയ്യാറാവില്ല എന്നുള്ളതാണ്. മറ്റുള്ളവൻ സന്തോഷിക്കണം, അത് കണ്ട് തനിക്കും കുറച്ച് സന്തോഷിക്കാം, തന്നെ അവൻ പുകഴ്ത്തി പറയും, തന്നെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കും എന്ന് ചില ആളുകൾക്ക് ധാരണയുണ്ട്. അപ്പോൾ ജീവിത വിജയം നേടിയ ആളുകൾ മറ്റുള്ളവരുടെ സന്തോഷിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്തു കൊടുക്കില്ല എന്നുള്ളതാണ്. അവർ അവരുടെ കാര്യം തന്നെ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ഇനിയാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. എപ്പോഴും ജീവിത വിജയം നേടിയ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കാര്യം, തനിക്ക് എവിടെയാണ് പരാജയം വന്നത് എന്ന് ശ്രദ്ധിക്കും. എപ്പോഴാണ് തനിക്ക് പരാജയം വന്നത്, ഏത് ഭാഗത്താണ് തനിക്ക് പരാജയം വന്നത് എന്ന് ശ്രദ്ധിക്കും. എന്നിട്ട് അത് ചികഞ്ഞെടുത്തിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. എവിടെയാണ് പാളിച്ച പറ്റിയത്, തെറ്റ് എവിടെയാണ് പറ്റിയത് ജീവിതത്തിൽ എന്നത് കണ്ടുപിടിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരും. വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാനും അവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ 10 കാര്യങ്ങളാണ് ജീവിത വിജയം നേടിയ ആളുകളുടെ വിജയത്തിൻ്റെ പിന്നിൽ എന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു എക്സസൈസ് പോലെ ശ്രദ്ധിക്കുക, ഇതിലേതെങ്കിലും എനിക്ക് ഈ ഗുണങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം.